വിമർശനം ആർക്കും താല്പര്യമുള്ള ഒരു കാര്യമല്ല. ആത്മശോധന ചെയ്യാൻ ആരും തയ്യാറുമല്ല. ആരെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അവരെ തേജോവധം ചെയ്യുകയും വിട്ടുകിളികളെ കൊണ്ട് പിതൃസ്തുതി ചൊല്ലി ചെയ്യുന്നതുമാണ് പല നേതാക്കന്മാരുടെയും പരിപാടി. എന്ന് വെച്ചാൽ തിരുത്താൻ ആരും തയ്യാറല്ലെന്ന്. ഇനി ഇത്തിരി പുകഴ്ത്തി പറയാമെന്ന് വിചാരിച്ചാലോ, കേട്ട് സൂചിച്ചിരിക്കും. വാർത്തകളുടെ അടിയിൽ കമന്റ് ഇടാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർക്ക് ഏത് വാർത്ത കണ്ടാലും അതിൻ്റെ അടിയിൽ തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ പറ്റി മനസ്സിൽ തോന്നുന്നത് മുഴുവൻ കുറിച്ചു വയ്ക്കലാണ് പരിപാടി. ഇപ്പോൾ ഇതിവിടെ പറയാൻ കാരണം ആർ ബാലകൃഷ്ണപിള്ള പി.ടി. ചാക്കോയെ പറ്റിയുള്ള ഓർമ്മ ഒരു ചാനലിലിരുന്ന് പറയുന്ന ഭാഗം യാദൃച്ഛികമായി ഒന്ന് കാണാനിടയായി. അതിൻ്റെ അടിയിൽ നോക്കുമ്പോഴും ജോസ് കെ മാണിയെ തെറികൊണ്ടുള്ള ചില കമൻറ്റുകൾ കണ്ടു. ജോസ് കെ മാണിക്കുള്ള ഒരു കുഴപ്പം, ജനങ്ങളുമായി കൂടുതൽ അങ്ങോട്ട് തോളിൽ കൈയിട്ട് നടക്കുന്ന ഒരു പ്രകൃതമല്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് കെ എം മാണി അങ്ങനെയല്ലായിരുന്നു. ഒരിടത്ത് വന്നാൽ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയം കൊണ്ട് അവിടെ നിൽക്കുന്ന മുഴുവൻ ജനങ്ങളെയും കൂടെ നിർത്തും. കെ എം മാണിയുടെ ആ പ്രകൃതം പ്രതീക്ഷിച്ചാണ് എല്ലാവരും ജോസ് കെ മാണിയെ കാണാൻ വരുന്നത്. അവർ പ്രതീക്ഷിക്കുന്നതല്ല ജോസിൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്നത് എന്ന് കരുതി കാര്യപ്രാപ്തിക്ക് കുറവൊന്നുമില്ല കേട്ടോ. നാടിൻ്റെ വികസനത്തിന് അദ്ദേഹത്തെ കണ്ട് കാര്യം നടത്താൻ വരുന്നവരുടെ ന്യായമായ കാര്യങ്ങളും കൃത്യമായി നടത്തി കൊടുക്കാറുണ്ട്. കാര്യങ്ങൾ നടത്തി കിട്ടിയവരും പുറത്തിറങ്ങി നിന്ന് എന്നാലും ജോസ് സുഖവിവരങ്ങൾ അന്വേഷിക്കാത്തതിനെ പറ്റിയുള്ള ആവലാതി പറഞ്ഞു പോകും. സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ വിഷയം അതല്ല. ഏതൊരു മനുഷ്യനും ചെയ്യുന്ന പ്രവൃത്തിയിൽ തെറ്റുകുറ്റങ്ങളുണ്ടാകാം. അത് ചൂണ്ടിക്കാണിക്കുന്നത് മാധ്യമധർമ്മം എന്ന നിലയിൽ കാണാതെ അത് ചൂണ്ടിക്കാണിക്കുന്നവരാണ് കുറ്റക്കാരെന്ന നിലയിൽ വിചാരണ ചെയ്തത് ശരിയല്ല. പലപ്പോഴും പലരുടെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ കമന്റ് ബോക്സിൽ വരുന്ന തെറിവിളിയുടെ കൂമ്പാരം കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നിപ്പോകും. തെറ്റുകൾ തിരുത്താനുള്ളതാണ്, അത് ചൂണ്ടിക്കാണിക്കപ്പെടുവാനുള്ളതാണ്. ഇപ്പോൾ ചില വാർത്തകൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് വാർത്തകൾ അത് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് മാണി ഗ്രൂപ്പിനെ എന്താ കുറ്റം പറയാത്തതെന്ന്, എന്തുകൊണ്ടാണതെന്ന്. കഴിഞ്ഞ കാലങ്ങളിൽ അവരെ കുറ്റം പറയുമ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നത് എന്തിനാണ് അവരെ ഇങ്ങനെ കുറ്റം പറയുന്നതെന്നാണ്. ആറ് വെറ്റിട്ട് ആറും ചത്തൊരു ചെറിയമ്മായി എന്ന ഒരു സിനിമാ പാട്ടിൻ്റെ വരികൾ ആലോചിച്ചാൽ മതി. 12 ഇടങ്ങളിൽ മത്സരിച്ചിട്ട് 12 പേരും തോറ്റവരെ ഇനി എന്ത് വിമർശിക്കാൻ. ഇപ്പോൾ കോൺഗ്രസിന്റെ ചുമരിൽ ചവിട്ടി നിന്ന് 8-ൽ 7 നേടി നിൽക്കുന്ന ജോസഫ് ഗ്രൂപ്പിനെ വിമർശിക്കാം. മാങ്ങയുള്ള മാവിനിട്ടല്ലേ എറിയാൻ പറ്റൂ. 12 സീറ്റിൽ മത്സരിച്ച് 12ലും തോറ്റതിന് മാണി ഗ്രൂപ്പിൽ നിന്ന് കൃത്യമായൊരു വിശദീകരണം പുറത്തു വന്നിട്ടില്ല. എന്നാൽ ജോസ് കെ മാണിയെ കൂടെ നിന്ന് ചതിച്ചത് റാന്നി MLA ആയിരുന്ന പ്രമോദ് നാരായണനാണെന്ന് ജോസ് കെ മാണി ഇനിയെങ്കിലും തിരിച്ചറിയുമോ എന്നറിയില്ല. യാതൊരു രാഷ്ട്രീയ പക്വതയുമില്ലാത്ത 1-2 പേർ വലിയ ചാണക്യന്മാരാണെന്ന ധാരണയിൽ നടത്തിയ രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് ജോസ് കെ മാണിക്ക് തിരിച്ചടിയായത്. അക്കൂട്ടത്തിൽ ഒരു കാലത്ത് ഏറ്റവും വിശ്വസ്തനായിരുന്ന പ്രമോദ് നാരായണൻ നടത്തിയ ഒറ്റും CPM-ന് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരുത്തന് എന്ത് കേരള കോൺഗ്രസ്, എന്ത് ജോസ് കെ മാണി. അവനെ ഉന്നതിയിൽ കയറാൻ ഒരു പിടിവള്ളി എന്നതിൽ കൂടുതൽ എന്ത് ഗുണമാണ് അവനെ 2021 സ്ഥാനാർത്ഥിയാക്കിയത് കൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയതെന്ന് ഒന്നിരുത്തി ചിന്തിക്കണം. കോൺഗ്രസിലെ ഒരു 7ാം കൂലിയായ ഡെന്നിസ് ആന്റണിയെ ചാലക്കുടിയിൽ നിർത്തിയിട്ടും എന്ത് കിട്ടി? ആദ്യം മനസ്സിലാക്കേണ്ടത് കേരള കോൺഗ്രസിൽ തന്നെ കൊള്ളാവുന്നവരുണ്ടെന്നുള്ളതാണ്. ഇനി കൊള്ളാവുന്നവരില്ലെങ്കിൽ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കണം. അല്ലാതെ കോൺഗ്രസിൽ നിന്ന് ദത്തെടുത്ത് സ്ഥാനാർത്ഥിയായി നിർത്താനാണെങ്കിൽ ഒരു ജീവിതം മുഴുവൻ കേരള കോൺഗ്രസിന് വേണ്ടി മാറ്റിവെച്ചവർ വിഡ്ഢികളാവുകയല്ലേ. പിന്നെ മറ്റൊരു പാർട്ടിയിൽ നിന്ന് ദത്തെടുക്കുമ്പോൾ സ്വാഭാവികമായും സാമ്പത്തിക ആരോപണങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതുതന്നെയാണ് സംഭവിച്ചത്. വിജയിക്കാമായിരുന്ന 3 മണ്ഡലങ്ങളിൽ പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണം ഉയർന്നതോടുകൂടി മുഴുവൻ സീറ്റുകളിലും അത് പ്രതിഫലിച്ചു. 2021 ഒരു മഹിളാരത്നത്തെ പിടിച്ചുകൊണ്ടുവന്ന് പിറവത്ത് നിർത്തിയതിൻ്റെ എഫക്റ്റ് പാലായിലും കിട്ടി. ജോസ് കെ മാണി തോറ്റുപോയതിൻ്റെ ഒരു കാരണം അതാണെന്ന് ഓർക്കണം. തെരഞ്ഞെടുപ്പിന് 1 വർഷം മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് മണ്ഡലം ഏൽപ്പിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ഇത്രയും വലിയ ഗതികേട് ഉണ്ടാവുകയില്ലായിരുന്നു.
പാലായിൽ തന്നെ ജോസ് കെ മാണി മത്സരിക്കുന്നുവെങ്കിൽ അത് നേരത്തെ തീരുമാനിക്കുകയും കളമൊരുക്കുകയും ചെയ്യണമായിരുന്നു. മറ്റ് രണ്ടുപേരും കളം പിടിച്ചതിന് ശേഷമാണ് ജോസ് കെ മാണി പാലായിൽ കളത്തിലിറങ്ങുന്നുവെന്ന് റോഷി പറഞ്ഞ് ജനമറിഞ്ഞത്. ഒട്ടും വിജയസാധ്യതയില്ലാത്തവരെ തെരഞ്ഞെടുത്ത് ഓരോ മണ്ഡലങ്ങളിൽ നിർത്തിയതാണ് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഇനി തോൽക്കാനാണെങ്കിൽ തന്നെ പാർട്ടിക്കാരായ ആരെയെങ്കിലും പിടിച്ചു നിർത്തുകയായിരുന്നു കുറച്ചുകൂടി നല്ലത്. ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അക്ഷരസ്യ അനുസരിക്കുന്ന ഒരാളാണ് ജോസ് കെ മാണി. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ജോസ് കെ മാണിയെ പാലായിൽ തോൽപ്പിക്കുവാൻ എതിർ സ്ഥാനാർത്ഥിയുമായി കൂട്ടുകൂടി ചിലവിന് അമേരിക്കയിൽ നിന്ന് പണം അയച്ച ഒരു പ്രാഞ്ചിയേട്ടന്റെ സന്താനത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ ജോസ് കെ മാണിയും ഭാര്യയും അമേരിക്കയിലെ ചിക്കാഗോയിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞു കേട്ടു. രാഷ്ട്രീയ പ്രതിയോഗികളും വിവാഹത്തിന് എത്തുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ തന്നെ ചെയ്യണം. ശത്രുവിനെ സ്നേഹിക്കണം. എന്നാലേ ഈ അരിപ്രാഞ്ചി അടുത്ത തവണയും ജോസ് കെ മാണിയെ തോൽപ്പിക്കുവാൻ മുൻപന്തിയിൽ തന്നെ നിൽക്കുകയുള്ളൂ.